എന്റെ പൊന്നടാവേ വടി വെട്ടിക്കൊണ്ട് കൈ കൊടുത്തിട്ട് എന്നെ ഒന്ന് തല്ലാത്ത എന്താ ചോദിക്കുന്ന കുറെ കണ്ടസ്റ്റന്റ് ആണ് ഈ പ്രാവശ്യം അഗ്നിപരീക്ഷയിൽ വന്നിരിക്കുന്നത്. എന്താ കാരണം നമുക്ക് നോക്കാം. ഇന്നലത്തെ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് 20 പേര് അതിനുള്ളിലേക്ക് കയറി. അതിനകത്തൊരു പൂജ ഉണ്ടായിരുന്നു. ഈ പൂജ ഇന്നലെ ലാസ്റ്റ് പൂജയ്ക്ക് എല്ലാ അതിന്റെ ക്ലൂവും ചാവിയും ഒക്കെ കിട്ടിയിട്ടും പൂജയ്ക്ക് അകത്ത് കയറാൻ പറ്റാഞ്ഞത് വേറെ ഒരു കണ്ടസ്റ്റന്റ് നിമിത്തമാണെന്ന് പറഞ്ഞിട്ട് പൂജ കരഞ്ഞതിന്റെ ശേഷം ജഡ്ജസ് എല്ലാവരോടുമായിട്ട് ചോദിച്ചിരുന്ന പൂജയെ ഇതിനുള്ളിലേക്ക് കയറ്റുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരും ഒന്നും മിണ്ടിയില്ല, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ഇന്ന് രാവിലെ പൂജ നമ്പർ 2 2 പൂജയുണ്ട് കേട്ടോ, അതിലൊന്ന് ഇന്നലെ വന്നു, ഒന്ന് ഇന്ന് വന്നു. പൂജ നമ്പർ 2 ഇന്ന് രാവിലെ അകത്ത് കയറി വെച്ച് മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേ അങ്ങോട്ട് ത്രസിക്കാൻ തുടങ്ങി. പൂജ നമ്പർ 2 അന്നേരം പറയാണ്, ഇന്നലെ നിങ്ങൾ ജഡ്ജസ് കാണിച്ചത് ഫേവറാണ്, പൂജ കരഞ്ഞു മെഴുകിയത് കൊണ്ടല്ലേ നിങ്ങൾ അകത്ത് കയറ്റിയെന്നൊക്കെ. ഇത് രഞ്ജിനിക്ക് പിടിക്കുവോ? രഞ്ജനിക്ക് മാത്രമല്ല, ജഡ്ജസിനൊന്നും. പക്ഷെ ജഡ്ജസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു സംശയം എന്താ അറിയോ, എന്താണ് റിയാസ് തണുത്തിരിക്കുന്നതെന്നുള്ളതാ. റിയാസ് അങ്ങനെയല്ലല്ലോ. അതോ ഇനി റോബിൻ വരണോ റിയാസിനെ ചൂടാവാനായിട്ട്? എനിവേ, എന്തായാലും രഞ്ജിനി ഹരിദാസിന് അത് ഇഷ്ടപ്പെട്ടില്ല. രഞ്ജിനി ഹരിദാസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, മിണ്ടരുത്, മിണ്ടിപ്പോയാലും ഞാനെടുത്ത് പുറത്തു കളയുന്നുള്ള രീതി തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലര് വടി കൈ കൊണ്ട് കൊടുത്ത് ചോദിക്കുക എന്നെ എന്താ 2 തരാത്തേന്ന്. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച് മറ്റൊരാളും കൂടെ ഉണ്ട്. അതാരാണെന്ന് പറയാം. ജെറ്റി. ഇന്ന് ഇവർക്ക് കൊടുത്തിരുന്ന ഒരു ടാസ്കിനകത്ത് ആ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് താളത്തിനൊപ്പം തുള്ളി കളിച്ചിട്ട് ആ സ്റ്റിക്ക് താളം നിർത്തുമ്പം കൈവിട്ട് അടുത്ത സ്റ്റിക്ക് പിടിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. താളത്തിനൊപ്പം തുള്ളി കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും നന്നായിട്ട് താഷിയുമായിരുന്നു. ഇപ്പൊ താഷയും ജെറ്റിയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി താഷയുടെ കയ്യിൽ ഈ സ്റ്റിക്ക് ഹോൾഡ് ചെയ്തിരുന്നതും അത് കൈ വിടുന്ന സമയത്തും അത് കറക്റ്റ് പൊസിഷനിൽ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ജെറ്റിയുടെ കയ്യിൽ നിന്നത് ജെറ്റി ഇന്റൻഷനോട് കൂടിയല്ല, പക്ഷെ ജെറ്റിയുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് ജെറ്റി കറക്റ്റായിട്ട് പിടിക്കാതിരിക്കുകയും, കാരണം ആ താളത്തിനൊപ്പിച്ച് കളിച്ചുകൊണ്ടിരുന്ന താളം നിർത്തിയപ്പം കയ്യെ താഴെ കുത്താതെ തന്നെ സ്റ്റിക്ക് വിടുകയായിരുന്നു, വിട്ടിട്ട് അടുത്ത് സ്റ്റിക്ക് പിടിക്കായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ട്, ജഡ്ജസിന്റെ ഭാഗത്തും ഉണ്ട്, ജെറ്റിയുടെ ഭാഗത്തും ഉണ്ട്. കാരണം ജെറ്റി അത് മനഃപൂർവ്വം അങ്ങനെ വിട്ടുകളഞ്ഞതല്ല. അത് അടുത്തത് പിടിക്കാൻ നേരത്ത് താളം നിന്നത് ആ സമയത്ത്, അതായത് സ്റ്റിക്ക് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന സമയത്താണ് താളം നിന്നത് ജെറ്റി കൈവിടുന്നതും. എല്ലാവരും ഒരേ താളത്തിലല്ലോ കളിക്കുന്നത്. അപ്പം ജെറ്റിയുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് വീണിട്ട് ജെറ്റി പെട്ടെന്ന് മറ്റേ താഷിയുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് പിടിക്കുകയും ചെയ്തു. താഷിക്കാവട്ടെ ഈ ജെറ്റിയുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് മറിഞ്ഞു വീണത് കാരണം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ 2 പേരിലും ശരിക്കും അവരുടെ ഭാഗത്ത് 2 പേരുടെ ഭാഗത്തും തെറ്റില്ല, കളി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഇത് ജഡ്ജസിന് ഒരു ഫൈനൽ ഒപ്പീനിയൻ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ജഡ്ജസ് തന്നെ ഇവർക്ക് ഒരു എക്സ്ട്രാ ടൈം കൊടുത്തു, 1 റൗണ്ടൂടെ കളിക്കാമെന്നുള്ളത്. അവിടെയാണ് ജെറ്റിക്ക് തെറ്റിയത്. ആ 1 റൗണ്ടൂടെ കളിക്കാൻ കൊടുത്തപ്പം ജെറ്റി വിചാരിച്ചത് ജെറ്റി ഇനി എങ്ങാനും തോറ്റുപോയാൽ ഞാൻ ഔട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജെറ്റി പറഞ്ഞു ഇനി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ജഡ്ജസ് കേൾക്കുവോ? പ്രത്യേകിച്ചും രഞ്ജിനിയൊക്കെ പോലുള്ള ജഡ്ജസ്മാരിരുന്നോണ്ട് വിധി നിർണ്ണയിക്കുന്നിടത്ത് അങ്ങനെ ഒരു ഒപ്പീനിയൻ നമുക്ക് പറയാൻ അവകാശമില്ലാന്ന് തോന്നി. എന്തായാലും ആ ഒരു ഡിസിഷൻ, ആ ഒരു വാക്ക് രഞ്ജിനിക്ക് വല്ലാതെ ഹേർട്ടായി. രഞ്ജിനി എന്ത് ചെയ്തു? ശരി മോളെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾ അവിടെ നിന്നോ, താഷിയാണ് ഡിസർവ്. താഷിക്ക് പെൻഡന്റ് കൊടുത്തിട്ട് ജെറ്റി ഔട്ട് ഹൗസിലോട്ട് വിട്ടു. പക്ഷെ അവിടെ എനിക്ക് അത് അത്ര ഡിസർവായിട്ട് തോന്നിയില്ല. കാരണം ഇവിടെ 2 പ്രശ്നമുണ്ട് ഇവിടെ. ഒന്ന്, രഞ്ജിനി ഹരിദാസിന്റെ ഒപ്പീനിയൻ രണ്ടാമതെടുത്ത് ശരിയായിരുന്നു. കാരണം അവർക്കൊരു കളിക്കാൻ ഒരു എക്സ്ട്രാ ടൈം അനുവദിക്കാമായിരുന്നു അനുവദിച്ചു എന്നുള്ളത് ശരിയായ ഒരു നടപടിയാണ്. പക്ഷെ ജെറ്റിയെ കുറിച്ച് ജെറ്റി രണ്ടാമതെടുത്ത ഡിസിഷൻ അല്ല, ആദ്യം ജെറ്റി ചെയ്തതും ശരിയായിരുന്നു. കാരണം ഒരാള് കളിച്ചോണ്ട് നിൽക്കുമ്പം ആ കളിയിൽ അവരെപ്പം നിർത്തും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല ഇത് താഴെ കുത്തുമ്പോഴേ ആ താളം നിൽക്കും എന്നുള്ളത്. അങ്ങനെ വന്ന സമയത്ത് ജെറ്റിയുടെ കയ്യിൽ നിന്ന് ജെറ്റി ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അതാണ് ചെയ്തത്. അത് കറക്റ്റായ കാര്യമാണ് ചെയ്തത്. പക്ഷെ ഇവിടെ 2 പേരുടെ ഭാഗത്തും മിസ്റ്റേക്കും ഉണ്ട്, 2 പേരുടെ ഭാഗത്തും ന്യായവും ഉണ്ട്. ഈ ന്യായം കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഇത് എന്റെ ഒരു ഒപ്പീനിയനാണ്, എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ ഈ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ, അഗ്നിപരീക്ഷയുടെ 2ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? രണ്ടായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേരെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.